ടു മദേഴ്സ് ഡയറി. അപ്പോൾ ഇന്ന് മദേഴ്സ് ഡയറിയിൽ 2 റെസിപ്പിയാണ്, സദ്യ സ്പെഷ്യൽ 2 റെസിപ്പിയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിലൊന്ന് കൂട്ടുകറിയാണ്. കൂട്ടുകറി പല വിധത്തിൽ നമ്മൾ വെക്കാറുണ്ട്. ഇത് തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു ഇളം മധുരത്തോട് കൂടിയിട്ടുള്ള കൂട്ടുകറിയാണ്. പിന്നെ മറ്റൊന്ന് ഇഞ്ചിക്കറിയാണ്. ഇഞ്ചിക്കറി വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് തൃശ്ശൂർ സ്റ്റൈൽ, എൻ്റെ സ്റ്റൈലിൽ എങ്ങനെയാണ് വെക്കുന്നതെന്ന് നോക്കാം. പുളിയിഞ്ചി അല്ലെങ്കിൽ ഇഞ്ചിക്കറി, അപ്പോൾ അതിനായിട്ട് 150 ഗ്രാം പുളിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് പിഴിഞ്ഞെടുത്താണിത്. ഇതിപ്പോൾ 3 കപ്പോളം ഉണ്ടാവും. അപ്പം ഇത് നമുക്ക് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. അപ്പോൾ അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം, ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം, കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിൻ്റെ പകുതിയാക്കി നന്നായിട്ട് തിക്കാക്കി നല്ല വറ്റിച്ചെടുക്കാം. നമ്മൾ ഉപയോഗിക്കുന്ന പുളി കറുത്താണെങ്കിൽ പുളിയിഞ്ചി നല്ല കറുത്തിരിക്കും. അത് ഒരു ബ്രൗൺ നിറത്തോട് കൂടിയിട്ടുള്ള പുളിയാണെങ്കിൽ ഒരു ബ്രൗണിഷ് ആയിട്ടുള്ളൊരു കളറായിരിക്കും ഇഞ്ചിക്കറിക്ക് വരുന്നത്. അപ്പോൾ ഈ പുളി നന്നായി വറ്റി നല്ല തിക്കായിട്ട്, ഇപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ടാൽ നമുക്കറിയാം അതിൻ്റെ തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര ഇട്ട് കൊടുക്കാം. ശർക്കര അച്ചായിട്ട് ഇട്ട് കൊടുക്കാം. അതല്ല നമുക്ക് തിക്കായിട്ടുള്ള ശർക്കര പാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അത് ഒട്ടും വെള്ളയില്ലാതെ നല്ല തിക്കായിരിക്കണം. അല്ലെങ്കിൽ വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്കത് വീണ്ടും നമുക്ക് വറ്റിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ശർക്കര പാവാണെങ്കിൽ നമുക്ക് കട്ടിയായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ ശർക്കര ഇട്ട് കൊടുക്കാം. അപ്പോൾ ശർക്കര ഡയറക്റ്റായിട്ട് ഇടുമ്പോൾ അതിൽ എന്തെങ്കിലും അഴുക്കുകൾ ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ഞാൻ പാവാക്കി അരിച്ചെടുത്തിട്ട് ഒഴിക്കുന്നത്. അപ്പോൾ അതേ ശർക്കരയൊക്കെ ഒഴിച്ച ശേഷം ഒന്നുകൂടി തിളപ്പിച്ച് നന്നായി വറ്റി വന്നിട്ടുണ്ട്. കണ്ടങ്ങനെ കുറുകി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിലേക്ക് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് വറുത്തെടുക്കേണ്ടത്. അപ്പോൾ ലാസ്റ്റ് ഈ ഇൻഗ്രീഡിയൻസൊക്കെ വറുത്തിടുമ്പോൾ ഇഞ്ചിക്കറിക്ക് നല്ലൊരു സ്മെല്ലാണ്. അപ്പോൾ അതിനായിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരണം. പൊട്ടി വന്ന ശേഷം നമുക്ക് അതിലേക്ക് റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. 3-4 റെഡ് ചില്ലി ഇട്ട് കൊടുക്കാം. പിന്നെ വേണ്ടത് നല്ല പൊടിയായിട്ട് അരിഞ്ഞ ഇഞ്ചിയാണ്. ഇഞ്ചി നല്ല പൊടിയായിട്ട് ചോപ്പറിൽ അരിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അരിഞ്ഞെടുക്കാം. അത് 2 ടേബിൾ സ്പൂൺ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ ആകുന്ന വരെ നന്നായിട്ട് വഴറ്റി നല്ല ഒരു എന്താ പറയുക, നല്ല മുരിച്ചെടുക്കണം. അപ്പോഴാണ് ഇഞ്ചി നല്ല ടേസ്റ്റ് വരുന്നത് ആ ഇഞ്ചിക്കറിക്ക്. കൂടെ പച്ചമുളക് 4-5 പച്ചമുളകും എരിവിന് നമുക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് മുരിച്ചെടുത്ത ശേഷം നമുക്ക് ഇഞ്ചിക്കറിയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇഞ്ചിക്കറിയോട്ട് മധുരം ആവശ്യത്തിനനുസരിച്ച്, ചിലവർക്ക് കൂടുതൽ മധുരമുള്ളതാണ് ഇഷ്ടം, ചിലർക്ക് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇഞ്ചി ഇങ്ങനെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് ചേർക്കുന്നതുകൊണ്ട് അത് നല്ലൊരു എന്താ പറയുക, പുളിയിഞ്ചി കഴിക്കുമ്പോൾ ഇഞ്ചിയൊക്കെ കഴിക്കുമ്പോൾ ആ സ്മെല്ല് നമുക്ക് വരില്ല. ഭയങ്കര ടേസ്റ്റാണ്. അപ്പം നന്നായിട്ട് മുരിച്ചെടുത്ത് നല്ല ബ്രൗൺ നിറാക്കി ഇഞ്ചിയും പച്ചമുളകും ഇങ്ങനെ ആഡ് ചെയ്യുമ്പോൾ പുളിയിഞ്ചിക്ക് വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പുളി ഇഞ്ചിക്കറി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പമാണ്. നമുക്ക് ആ പുളി ഒന്ന് വറ്റി വരേണ്ട സമയമേ ഉള്ളൂ. പക്ഷേ അത് നമുക്ക് ഒരു സൈഡിൽ വെച്ചിട്ട് നമുക്ക് ബാക്കിയുള്ള ജോലികളെല്ലാം ചെയ്ത് വരുമ്പോഴേക്കും അത് റെഡി ആയി കിട്ടും. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഞ്ചിക്കറി. അടുത്ത റെസിപ്പി കൂട്ടുകറിയാണ്. കൂട്ടുകറിക്ക് നമുക്ക് കടലപ്പരിപ്പ് മെയിനായിട്ട് വേണം. അപ്പോൾ കടലപ്പരിപ്പ് നമുക്ക് കുക്കറിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ കാണാൻ എളുപ്പത്തിന് ഞാൻ ചട്ടിയിൽ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ കടലപ്പരിപ്പ് ജസ്റ്റ് 2 വിസിൽ ചെയ്തെടുത്താണ്. ഓവർ കുക്ക് ആവാതെ ശ്രദ്ധിക്കണം. ഓവർ കുക്ക് ആയി കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് ആവും. അപ്പോൾ കടലപ്പരിപ്പ് വെന്തതിലേക്ക് പച്ചക്കറികൾ നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പച്ചക്കറിയായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് കൂട്ടുകറിക്ക് ആവശ്യമുള്ളത് ക്യാരറ്റ്, മത്തങ്ങ, അതുപോലെ തന്നെ ചേന ക്യൂബായിട്ട് കട്ട് ചെയ്യാണ് കൂട്ടുകറിക്ക് കാണാൻ നല്ലത്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു 2-3 പച്ചമുളക് ഇട്ട് കൊടുക്കാം, ഉപ്പിട്ട് കൊടുക്കാം, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, കുറച്ച് മുളക് പൊടി, 1 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്ക് വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ ഉള്ള വെള്ളത്തിൽ കിടന്ന് കുക്ക് ചെയ്യാണ് നല്ലത്. കൂടുതൽ വെള്ളം ഒഴിക്കാതെ ശ്രദ്ധിക്കുക.
വെജിറ്റബിൾസ് വെന്ത് വരുന്ന നേരം കൊണ്ട് നമുക്കിതിലേക്ക് മെയിനായിട്ടുള്ള ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അരമുറി തേങ്ങ, നാളികേരം ഇച്ചിരി അധികം വേണം, ഒരു അരമുറി നാളികേരം. ഇപ്പോൾ നമ്മൾ പച്ചക്കറി എടുക്കുന്ന ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ നമുക്ക് നാളികേരത്തിൻ്റെ അളവ് കുറച്ച് കൂട്ടേണ്ടി വരും. അപ്പം ഞാനിപ്പോൾ എല്ലാം കൂടി 2 കപ്പ് പച്ചക്കറി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഒരു അര കപ്പ് നാളികേരം ഞാൻ നന്നായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ച് ജീരകം പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും അതേപോലെ നാളികേരം കൂടി നന്നായിട്ട് ബ്രൗൺ നിറമായിട്ട് നമുക്ക് വറുത്തെടുക്കാം. അപ്പോൾ ഈ പച്ചക്കറികളെല്ലാം ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. പരിപ്പും എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. അധികം വെള്ളമൊന്നുമില്ല, വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലെങ്കിൽ ഈ സ്റ്റേജിൽ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. മാത്രമല്ല വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ വറ്റിച്ചെടുക്കാം. എന്നിട്ട് വേണം നമുക്ക് ശർക്കര ആഡ് ചെയ്യാനായിട്ട്. ഇതൊരു മധുരക്കറിയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് മധുരം നമ്മൾ ചേർക്കുന്നില്ല, ഒരു മിനിമം മധുരം ഉണ്ടാവും ഈ കറിക്ക്. അതാണ് ഇതിൻ്റെ ടേസ്റ്റ്. മാത്രമല്ല നാളികേരം വറുത്തിടുന്നതാണ് ഇതിൻ്റെ ഹൈലൈറ്റ് ഈ കൂട്ടുകറിക്ക്. ഇപ്പോൾ നമ്മൾ തൃശ്ശൂർ ആ ഒരു സൈഡിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് സദ്യക്ക് ഇങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടാവും. ഇതിൽ നേന്ത്രക്കായും കൂടി ചേർക്കുവാണെങ്കിൽ, ക്യൂബായിട്ട് കട്ട് ചെയ്ത് ചേർക്കുവാണെങ്കിൽ നന്നായിരിക്കും കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിൽ നേന്ത്രക്കായ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചേർത്തില്ല എന്നുള്ളൂ. അപ്പോൾ നമുക്കൊരു 2 ടേബിൾ സ്പൂൺ മതിയാവും നമുക്ക് ശർക്കര പാവോ അല്ലെങ്കിൽ അച്ചോ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പാവ് ചേർക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ വെള്ളം കൂടാതെ നോക്കണം. നല്ല കട്ടിയുള്ള പാവ് ചേർത്തിട്ട് നമുക്ക് 1-2 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ആ മധുരം എല്ലാ പച്ചക്കറിയിലൊന്ന് പിടിക്കാനായിട്ട്. അപ്പോൾ ഇതൊരു മധുരക്കറിയാണല്ലോ. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്ന ശേഷം നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന നാളികേരം നമുക്ക് ഇതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് എടുക്കാം. അപ്പോൾ ഇതേ കൂട്ടുകറി ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പ് നമുക്കിതിലേക്ക് താളിച്ചിടണം. അതിനായിട്ട് കോക്കനട്ട് ഓയിലിലേക്ക് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് പൊട്ടിയ ശേഷം നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ഇതൊരു ഇളം മധുരമൊക്കെ ആയതുകൊണ്ട് തേങ്ങ പ്രത്യേകിച്ച് വറുത്ത് നന്നായിട്ട് ബ്രൗൺ നിറായി വറുത്തിടുന്നതുകൊണ്ട് സ്പെഷ്യൽ സ്വാദാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു ടേസ്റ്റാണ്. നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ല, സദ്യക്കാണ് ഇത് സ്പെഷ്യലായിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഓണം സ്പെഷ്യൽ ഒരു കൂട്ടുകറിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.